എൻ്റെ വീടിൻ്റെ തൊട്ടടുത്ത് തന്നെ ഇവിടെ ഒരു ടിയർ പാർക്കുണ്ട്. അടിപൊളി വലിയ പാർക്കാണ്. ഇവിടെ നിറച്ച് ചെറിയ ബ്ലോസം നിൽക്കുന്നുണ്ട്. ഓൾമോസ്റ്റ് പൂക്കളൊക്കെ കൊഴിഞ്ഞ് തീരാറായിട്ടുണ്ട്. ഞാൻ താമസിക്കുന്നിടത്ത് നിന്ന് റോഡ് ക്രോസ് ചെയ്ത് കഴിഞ്ഞ് ഈ പാർക്കാണ്. പക്ഷെ ഞാൻ ഇതുവരെ ഇങ്ങോട്ടേക്ക് എപ്പോഴും വരണമെന്ന് വിചാരിക്കുന്നുണ്ടെങ്കിലും തീരെ വന്നിട്ടില്ല. പിന്നെ വിഷുവിൻ്റെ ഒരു ഫോട്ടോ എടുക്കാൻ വേണ്ടിയിട്ടാണ് ജസ്റ്റ് ഇങ്ങോട്ട് വന്നത്. അടിപൊളി വ്യൂ ആണ്. നിറച്ച് ചെറിയ ബ്ലോസം പൂത്ത് നിന്നിട്ട് നല്ല തിരക്കായിരുന്നു അന്ന്. പക്ഷെ ആകെ ഒരു 10-15 മിനിറ്റ് ഉണ്ടായിരുന്നുള്ളൂ. ജസ്റ്റ് ആ ഫോട്ടോ എടുക്കാൻ വന്നു. അപ്പോഴേക്കും നല്ല മഴയായിട്ട് പിന്നെ തിരിച്ചുകൊണ്ടൊന്നും കാണാൻ പറ്റിയില്ല. അപ്പം ഞാൻ വിചാരിച്ചു ഇന്ന് ഒരു ബർത്ത്ഡേ ഫംഗ്ഷൻ ഉണ്ടായിരുന്നു, അത് കഴിഞ്ഞിട്ട് വരാം. അപ്പോൾ കുറച്ച് ഫോട്ടോസൊക്കെ എടുത്തിട്ടുണ്ട്. അത് കഴിഞ്ഞപ്പോൾ ഞാൻ വിചാരിച്ചു എന്തായാലും വീടിൻ്റെ പുറത്തിറങ്ങി, അകത്ത് കയറി കഴിഞ്ഞാൽ ഞാൻ പിന്നെ പുറത്തിറങ്ങില്ല. അപ്പോൾ ജസ്റ്റ് ഇവിടെ ഒന്നൊരു റൗണ്ട് അടിച്ചിട്ട് പോവാമെന്ന്. അപ്പം ഞാൻ ആ വീഡിയോ ഈ കുറച്ച് ഏരിയ നിങ്ങളെ കാണിക്കാം. പല പല സ്ഥലത്തു നിന്നുള്ള കുറേ പൂക്കളും കാര്യങ്ങളൊക്കെ ഉണ്ട് ഇവിടെ. നല്ല അടിപൊളി വ്യൂ ആണ്. മാത്രമല്ല നല്ല തിരക്കുണ്ടാവാറുണ്ട്. ഇന്നിപ്പോൾ സാറ്റർഡേ ആണ്, പിന്നെ ഈസ്റ്ററിന് മുന്നുള്ള ദിവസമായത് കൊണ്ട് ആൾക്കാർ ഫ്രീ ആയതുകൊണ്ട് നല്ല തിരക്കുണ്ട്. അപ്പം നമുക്ക് ഈ ഭാഗമൊക്കെ ഒന്ന് ചുറ്റിക്കാണല്ലേ. അവിടെയാണ് ചെറി ബ്ലോസം നിറച്ചുള്ളത്. അടിപൊളി വ്യൂ ആണ്. എൻ്റെ ഈ ഫോണിൽ എത്രത്തോളം അത് ഭംഗിയിൽ കിട്ടും എന്ന് എനിക്കറിയില്ല. നമുക്ക് എന്തായാലും അങ്ങോട്ടേക്ക് പോവാം. ഇതൊക്കെ ഏതോ തരം കാട്ടുചെടികളാന്ന് തോന്നുന്നു. പക്ഷെ ഇങ്ങനെ കുറേ നിൽക്കണതാണ് നല്ല രസമുണ്ട്. ഞാനവിടെ ചെന്നപ്പോൾ അവിടെ ഒരു വെഡ്ഡിങ് ഷൂട്ട് നടന്നുകൊണ്ടിരിക്കുകയായിരുന്നു. പിന്നെ അത്യാവശ്യം തിരക്കുണ്ടായിരുന്നു. പിന്നെ ഒരുവിധം പൂക്കളെല്ലാം കൊഴിഞ്ഞ് തുടങ്ങിയിട്ടുണ്ടായിരുന്നു. ഇവിടെ ഇതുപോലെ നിറയെ ഡയറക്ഷൻ ബോർഡ്സൊക്കെ നമുക്ക് കാണാൻ പറ്റും. ഏതൊക്കെ ഏരിയയിലാണ് ഓരോ കൺട്രീസിലത്തെ സ്പെഷ്യലായിട്ടുള്ള ഫ്ലവേഴ്സൊക്കെ ഉള്ളത്, ചെടികളൊക്കെ ഉള്ളതെന്നും പിന്നെ ഏതൊക്കെ ഏരിയയിലാണെന്നുള്ളത് നമുക്ക് അറിയാനായിട്ട് പറ്റും. പിന്നെ ഇവിടെ നല്ല രസമായിരുന്നു. കുറേ ആൾക്കാർ ഇങ്ങനെ കളിക്കുന്നതും പിന്നെ ഓരോരുത്തർ കപ്പിൾസായിട്ടും ഫാമിലി ആയിട്ടൊക്കെ വന്ന് ഒരുമിച്ചിരുന്ന് ടൈമൊക്കെ സ്പെൻഡ് ചെയ്യുന്നതും ഒക്കെ കാണാൻ നല്ല രസമായിരുന്നു. ഞാൻ കുറച്ച് നേരം ഇങ്ങനെ അതിൻ്റെ ഇടയിൽ കൂടെ ഭയങ്കര ഹാപ്പി ആയിട്ടാണ് നടന്നുകൊണ്ടിരുന്നത്. എനിക്ക് ഭയങ്കര ഒരു പോസിറ്റിവിറ്റിയാണ് ഇവിടെ ഇന്ന് പോയപ്പോൾ ഭയങ്കരമായിട്ട് ഫീൽ ചെയ്തത്. ഇതെനിക്ക് ഭയങ്കര ഒത്തിരി ഇഷ്ടപ്പെട്ടൊരു മൊമെൻ്റ് ആയിരുന്നു. നമ്മളിങ്ങനെ വീഡിയോസൊന്നും എടുക്കാൻ പാടില്ല. അവരുടെ പ്രൈവസി നമ്മളെപ്പോഴും മാനിച്ചിട്ട് വേണം വീഡിയോസും കാര്യങ്ങളൊക്കെ എടുക്കാനായിട്ട്. ഞാൻ പരമാവധി ആൾക്കാരുടെ ഫീസൊന്നും ഇതിൽ കവറാവാത്ത പോലെയാണ് എടുത്തേക്കുന്നത്. ഞാനവിടെ ചെറിയൊരു കിളീനെ കണ്ട് ഞാനങ്ങനെ നോക്കി നിൽക്കുമായിരുന്നു. ഇവിടുത്തെ കിളികൾക്കൊന്നും പേടിയില്ല തോന്നുന്നു മനുഷ്യന്മാരെ. കാരണം നമ്മൾ ഉപദ്രവിക്കില്ല എന്ന് അവർക്ക് അറിയാവുന്നതുകൊണ്ടായിരിക്കണം. ഞാൻ തൊട്ടടുത്ത് വന്നിട്ടൊന്നും അത് പറന്നു പോകുന്നുണ്ടായിരുന്നില്ല. ഇവിടെ പല രാജ്യങ്ങളുടേതായിട്ടുള്ള പലതരം ചെടികളും പൂക്കളും മരങ്ങളും ഇഷ്ടംപോലെ ഇവിടെ ഉണ്ട്. പക്ഷെ എനിക്ക് എല്ലാ ഏരിയയും കവർ ചെയ്യാൻ പറ്റിയില്ല. ഞാൻ മുന്നേ ഒരു വട്ടം ഇവിടെ വന്നിട്ടുണ്ട്, ജർമ്മനിയിൽ വന്ന സമയത്ത്.
അന്ന് ഞാൻ കണ്ടിട്ടുണ്ടായിരുന്നു. അന്ന് കുറച്ച് ഫ്രണ്ട്സിൻ്റെ ഒപ്പമാണ് ഞാൻ വന്നത്. നല്ല രസമാണ് ഇതൊക്കെ കാണാനായിട്ട്. കുറേ ദൂരമുണ്ട് നടക്കാനും ഒക്കെ. ഇതൊരു ബഹുത്ത് ബഡ പാർക്കാണ്. എനിക്കാണെങ്കിൽ ഒരു വഴിയും പെട്ടെന്ന് മനസ്സിലാവില്ല, പഠിക്കാനും പറ്റില്ല. അങ്ങനത്തെ ഒരു അസുഖമുള്ള ഒരാളാണ് ഞാൻ. വഴി പ്രശ്നമാണ്. ഞാൻ തിരിച്ചെങ്ങനെ പോകുന്നാലേക്കണേ നോക്ക്. വീഡിയോസിൽ കാണുമ്പോൾ അത്ര ഭംഗി അങ്ങനെ തോന്നുന്നില്ല, പക്ഷെ ശരിക്കും കാണാൻ ഒടുക്കത്തെ ഭംഗിയാണ് കേട്ടോ. നല്ല ഭംഗിയുണ്ട്. ബ്ലൂ പൂക്കളും പാർക്കിലെ ഇതുപോലെ കണ്ടോ, ഇങ്ങനൊരു വഴി, ഇങ്ങനൊരു വഴി, ഇങ്ങനൊരു വഴി, എല്ലാ വഴിയുടെ അറ്റത്തൊരു 4 വഴി. ഞാൻ വന്ന വഴി ഞാൻ തിരിച്ച് പോകാൻ എനിക്കറിയില്ല, മറന്നുപോയി. ഞാൻ എങ്ങനെ പോകുന്നാണ് ആലോചിക്കണത്. ഈ മരം കാണാൻ നല്ല രസമുണ്ടല്ലേ. നമ്മൾ വന്ന വഴിയിൽ ഒരു ആളവിടെ ഇരുന്നിട്ട് മ്യൂസിക് വായിക്കുന്നുണ്ടായിരുന്നു. അപ്പോൾ ആ ഒരു സൗണ്ട് സൗണ്ടിൻ്റെ ഡയറക്ഷൻ നോക്കിയിട്ടാണ് ഞാൻ തിരിച്ച് വന്നത്. എനിക്ക് വഴി ഭയങ്കര കൺഫ്യൂഷൻ ആയതുകൊണ്ട് ഞാൻ അധികം നേരം ഇവിടെ ചുറ്റി നടന്നില്ല. ഞാൻ വേഗം തന്നെ തിരിച്ചു പോവാണ്, അല്ലെങ്കിൽ എനിക്ക് വഴി തെറ്റും. പിന്നെ ഞാൻ അതിൻ്റെ ഉള്ളിലിരുന്നാകെ സ്ട്രെസ്ഡ് ആവും. അതുകൊണ്ട് ഞാൻ ഒരു ചെറിയൊരു റൗണ്ട് ചുറ്റിയിട്ട് പാർക്കൊക്കെ കണ്ട് ഇപ്പോൾ കുറച്ച് ഏരിയയൊക്കെ കണ്ട് തിരിച്ചു പോവാണ്. അപ്പോൾ ഇത്രയുള്ള ഇന്നത്തെ വീഡിയോ. ബൈ, ചൂസ്.